കുറച്ച് ദിവസമായിട്ട് രണ്ടുപേരും മോളും മോനും പറയുവാണ് നമുക്ക് ദുബായിൽ പോവാം, ബുർജ് ഖലീഫ കാണാൻ കൊണ്ടുപോവാം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറച്ച് ദിവസമായിട്ട് പറയാണ്. ചൂടായതുകൊണ്ട് കുറച്ച് ദിവസമായി ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയിട്ട്, നല്ല ചൂടല്ലേ അതുകൊണ്ട് പോകാറില്ല. അപ്പോൾ വൈകിട്ടായപ്പോൾ മോള് കഴിഞ്ഞ ഫ്രൈഡേ പറഞ്ഞത് നമുക്ക് പോവാം, കൊണ്ടുപോകുമെന്ന് കുറേ ദിവസം കൊണ്ട് പറയാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡേ വിചാരിച്ചു ഓക്കെ നമുക്ക് എന്തായാലും കൊണ്ടുപോകാം, മാളിനകം തന്നെയല്ലോ, ചൂടൊന്നും കാണില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 6:30 ആയി. 6:30 ആണെങ്കിലും നല്ല വെയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പം ലേറ്റായിട്ടാണ് നൈറ്റ് ഇരുട്ട് വരുന്നത്. അപ്പോഴും നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ദുബായ് മാളെത്തിയപ്പം രാത്രിയായി, ഇരുട്ടി. എന്തായാലും രാത്രി ദുബായ് ആ സിറ്റി കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ, രാത്രി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇത് എൻട്രൻസിലോട്ട് നമ്മൾ കയറി, കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അകത്തോട്ട് പോയി. പിന്നെ ഞങ്ങൾ അവിടെ ഓരോ സ്ഥലത്ത് നിന്നിട്ട് ഓരോ ഫോട്ടോയൊക്കെ എടുത്തു. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയ അക്വേറിയൊക്കെ അവർക്ക് കാണാമല്ലോ. ഞങ്ങൾ അകത്ത് കയറിയിട്ടൊന്നും കണ്ടിട്ടില്ല, പുറത്ത് നിന്ന് അക്വേറിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അകത്ത് കയറണതിന് സെപ്പറേറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് കയറണം, ഞങ്ങളതൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ തുടക്കത്തിൽ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വന്ന സമയത്ത് ഞങ്ങൾ അതൊക്കെ കയറി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മോക്കും മോനുമൊക്കെ പോകാൻ നല്ല ഇഷ്ടമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടൊന്നും കയറിയില്ല, നല്ല ചാർജുമാണ് ടിക്കറ്റിനൊക്കെ, അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല, നേരത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ. വിശപ്പുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് ആദ്യം പോയത്. ഇത് മാളിൻ്റെ എൻട്രൻസിലോട്ട് കയറുമ്പോൾ ഉള്ളൊരു വഴിയാണ് കേട്ടോ. കുറേ ദൂരം നടക്കാനുണ്ട്. അപ്പം ഓഫീസിൽ പോണവരും അങ്ങനെ വർക്കിന് പോകുന്നവരൊക്കെ അതുവഴി ഒത്തിരി പോകുന്നുണ്ട്, മാളിൽ വരുന്നവരൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കയറിയത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മാളിനകത്തെ വാഷ്റൂമിൽ കയറിയപ്പം അവിടുത്തെ മിററാണ് കേട്ടോ അത്. അവിടെ മിറർ കണ്ടപ്പോൾ നല്ല ഭംഗിയല്ലേ, ബാത്റൂം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ മിറർ കണ്ടപ്പോൾ ഞാനും മോളും കൂടെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ അക്വേറിയം ടിക്കറ്റ് എടുക്കാതെ നമുക്കിതുപോലെ പുറത്ത് നിന്ന് കാണാൻ പറ്റും. അപ്പോൾ കുറേ നേരം നമ്മളിത് കണ്ടുകൊണ്ട് നിന്നു കേട്ടോ. അപ്പോൾ അക്വേറിയത്തിൻ്റെ ഒരു വീഡിയോ ആണിത്. മോള് അത്ര ഓക്കെ ആയിരുന്നില്ല, എന്ന് വെച്ചാൽ അവൾക്ക് ഉറക്കം വന്നിരുന്നത് കൊണ്ട് അവൾ ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആ ഉറക്കം അങ്ങ് പോയി. അപ്പോൾ അത് ഓക്കെ ആയി കേട്ടോ. പിന്നെ എല്ലാം നിന്ന് കണ്ടു, ഞങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. ഇതാ പോകുന്ന ഷാർക്കാണെന്ന് തോന്നുന്നു. കുറേ ഷാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. പിന്നെ കുറേ മീനുകൾ ഇങ്ങനെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ട്, ഒരു ദേശാടന കിളികൾ പോകുന്ന പോലെ ഒരു സെറ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇത് എന്ത് മീനാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ താഴോട്ടൊരു മീനുണ്ടല്ലോ, ആ മീൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വീഡിയോയിൽ കാട്ടി നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടും അതങ്ങോട്ട് അതിലോട്ട് അങ്ങനെ വരുന്നുണ്ട്, എന്ന് വെച്ചാൽ ആ ഒരു ഭംഗി അതിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. നല്ല വലിയ മീനാണ്, എന്ത് മീനാണെന്ന് എനിക്കറിയത്തില്ല. അത് കുറച്ച് നേരം എല്ലാ കുട്ടികളും ഞങ്ങളും ഇന്ന് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അവിടെ നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾ ആക്റ്റീവായി, അപ്പോൾ അവൾക്ക് അതൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മളത് കണ്ടുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ മാളിൽ കയറി കുറേ സംഭവങ്ങളുണ്ട്. ഇത് നമ്മൾ കാണാത്തയും കുറേ എന്താ പറയുക, കുറേ ഐറ്റംസ്, കുറേ പരിപാടികളും മാളിനകത്തുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല, നമ്മൾ പോയ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമ്മൾ ഓരോ പുതിയ സംഭവങ്ങൾ അവിടെ വരുന്നത് കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ പലപ്പോഴായിട്ട് പോയപ്പോൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ഒരിക്കൽ പോയപ്പോൾ വേറെ കുറച്ച് സെക്ഷൻസ്, ഗെയിംസിൻ്റെ കുറച്ച് സെക്ഷൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൈഡിലോട്ട് നമ്മൾ പോയില്ല. ഒത്തിരി പേര് അവിടെ വന്ന് നിന്ന് കുട്ടികൾക്ക് ഇതുപോലെ വീഡിയോസും ഫിഷ് കാണിച്ചു കൊടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നുണ്ട്. ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. ആരും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്ന ആൾക്കാരുണ്ട്, പക്ഷേ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരും കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മോളും മോനും ഒരു ഐസ്ക്രീം വാങ്ങി കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ രാത്രി സമയങ്ങളിലൊന്നും ഐസ്ക്രീമൊന്നും വാങ്ങി കൊടുക്കാറില്ല. എന്തെന്ന് വെച്ചാൽ ജലദോഷമോ ചുമയോ എന്തെങ്കിലും വരുമെന്ന് പേടിച്ചിട്ടാണ് കൊടുക്കാത്തത്. പക്ഷേ അവിടെ പോയപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഐസ്ക്രീം കുടിക്കുന്നത് കണ്ടപ്പോൾ അവർക്കൊരു പുതിയ ഐസ്ക്രീം വാങ്ങി തരുമെന്ന് കേട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഐസ്ക്രീം വാങ്ങി കൊടുത്തു. ഐസ്ക്രീം വാങ്ങാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് കേട്ടോ. രണ്ടുപേരും കൂടെ അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പോയപ്പോൾ ഐസ്ക്രീമിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പൈസയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വിലയാണ്. നമ്മളൊരു സ്കൂപ്പേ വാങ്ങിയുള്ളൂ.
അതും എന്തോ വാനില ഫ്ലേവറോ അങ്ങനെ എന്തോ ഒരു സ്കൂപ്പേ വാങ്ങിയുള്ളൂ. മോള് ഐസ്ക്രീം അവൾ ഈ കാണുന്ന ഒരു ഇഷ്ടമേ ഉള്ളൂ, പക്ഷേ കുടിച്ചു തുടങ്ങുമ്പോൾ അവൾക്ക് വലിയ താല്പര്യമില്ല. കുറച്ച് കുടിച്ചിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അതിലിങ്ങനെ ഇട്ട് കളിക്കാനാണ് അവൾക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഐസ്ക്രീം കിട്ടിയ സന്തോഷമാണ് അവൾക്കത്. ഫുഡ് കോർട്ടിൽ എപ്പോൾ പോയാലും നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങൾ നേരത്തെ ഇവിടുന്ന് മെറ്റിൽഡ കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ഞാൻ നേരത്തെ ഒരു ഷോർട്സിൽ എന്തോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മെറ്റിൽഡ കേക്ക് കഴിച്ചത്. ഇനി ഒരു പ്രാവശ്യം കൂടെ പോയി കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ സംഭവം ഒരു വലിയ കേക്കാണ് തരുന്നത്. അത് നമുക്ക് 4 പേരും കൂടെ കഴിച്ചാലും ആ കേക്ക് തീരത്തില്ല. മെറ്റിൽഡ കേക്ക് ഭയങ്കര വലുതാണ്, ഭയങ്കര ചോക്ലേറ്റ്, ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഒരു 5-6 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അപ്പം അതുമല്ല, ആ ഒരു പീസ് കേക്കിന് 99 ദർഹമാണ് നമ്മൾ അന്ന് വാങ്ങിയപ്പോൾ. ഇപ്പോഴേ റേറ്റ് കൂടിയോ കുറഞ്ഞോ എന്നൊന്നും അറിയത്തില്ല. ഇനി എപ്പോഴെങ്കിലും മാളിൽ പോകുമ്പോൾ മെറ്റിൽഡ കേക്ക് വാങ്ങി കഴിക്കണം എന്നെൻ്റെ ആഗ്രഹമുണ്ട്. എന്നുവെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ചെറിയ പീസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. നമുക്ക് ഒരു വലിയ പീസൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. പെട്ടെന്ന് കഴിച്ചെത്തിക്കാൻ അന്ന് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നറിയില്ല. നമ്മൾ കുറച്ച് ബാലൻസ് വെച്ചു. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ 4 പേരും കൂടെ, മോൾ ഉറങ്ങിപ്പോയി, നമ്മൾ 3 പേരും കൂടെ കഴിച്ചിട്ട് അത് തീർന്നില്ല. അവസാനം ഞങ്ങളത് മതിയാക്കി. എന്തുണ്ടാക്കുവാ? കേക്ക്. Maybe change. അമ്മ കൈതാ മോളെ, എനിക്ക് കൈതാ കൈതാ കണ്ണമ്മ കണ്ണമ്മ അമ്മൂട്ടി അമ്മൂട്ടി എന്ത് ചെയ്യുവാ? എത്താൻ പറ്റുന്നില്ല എൻ്റെ കുഞ്ഞിനെ. എൻ്റെ കുഞ്ഞിന് എത്തുന്നില്ല ചേട്ടാ. ഒരു ലെറ്റർ പ്രസ് ചെയ്യാൻ കൊടുക്ക് ചേട്ടാ, ഒരു ലെറ്റർ പ്രസ് ചെയ്യാൻ കൊടുക്ക്. അമ്പച്ച അമ്പച്ച അമ്പച്ച. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള സമയമായി. പിന്നെ വീട്ടിലോട്ട് പോകാനില്ല, ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയില്ലല്ലോ. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയാലല്ലേ നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ബുർജ് ഖലീഫ കാണാൻ പറ്റും. നേരത്തെ കണ്ട ഗ്രൗണ്ടിൽ കുട്ടികൾ കിടന്ന് കളിക്കുന്ന എന്തോ സ്കേറ്റിംഗ് പോലത്തെ അതില്ലേ, ആ ഗെയിമില്ലേ, അത് മോൾക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളെ വിചാരം എന്ന് വെച്ചാൽ ആ ഷൂ ഇട്ടുകൊണ്ട് അങ്ങനെ കളിച്ചാൽ വീഴില്ല എന്നാണ്. പക്ഷേ വീഴും. അതുകൊണ്ട് അവൾ കുറച്ച് വാശി പിടിച്ച് കരഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അത് അങ്ങനെയല്ല, പഠിച്ചിട്ട് കളിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ പുറത്തോട്ട് പോകുന്ന സ്ഥലത്ത് നമുക്ക് ഈ വാട്ടർഫാൾസ് കാണാൻ കേട്ടോ. നല്ല ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട്.
മോൾക്ക് ഈ ട്രോളിയിലിരിക്കണം, അതിലെ ബെൽറ്റെല്ലാം ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിങ്ങനെ ബെൽറ്റെല്ലാം അത് ഇടേണ്ട ആവശ്യമില്ല, അവളിപ്പോൾ കുറച്ച് വലുതായല്ലോ. അപ്പോൾ ഇത് തീരെ പൊടി കുഞ്ഞാണെങ്കിൽ ബെൽറ്റൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ അവൾക്കത് ഇട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് അതെല്ലാം ഇട്ട് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മോൻ ചോദിക്കുന്നുണ്ട്, അത് ഇടണ്ട അമ്മു, അത് ഇടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അവനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുവാണ്. അപ്പോഴാണ് മോൾ ഇത് പറഞ്ഞത്. അപ്പോൾ രണ്ടുപേരും കൂടെ ബെൽറ്റ് ഇട്ട് കൊടുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ നിന്ന് മാളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയ ബുർജ് ഖലീഫയുടെ വ്യൂ പോയിന്റ് വരുന്ന ആ ഒരു വാട്ടർ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തോട്ട് എത്തും. അപ്പോൾ അതാണ് ഇപ്പോൾ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പതുക്കെ ഓടുന്നേ. അമ്മൂട്ടി പതുക്കെ വീഴരുത് മോളെ, പതുക്കെ പോണേ. രാത്രിയാണ് നല്ല ഭംഗിയാമ്മന്. മാളിൽ നിന്ന് പുറത്തോട്ട് ഇറക്കിയപ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, നല്ല ചൂടായിരുന്നു. എന്നാൽ ഭയങ്കര ചൂടുമില്ല. പക്ഷെ നമ്മൾ തണുപ്പിൽ നിന്ന് ഇറങ്ങിയതല്ലേ, അപ്പോൾ നമുക്ക് അത്ര ചൂടാതെ ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ചൂടെടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് കാറിലോട്ട് കയറി വീട്ടിലോട്ട് വന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നന്നായിട്ട് ആൾ കുറവായിരുന്നു. ബിക്കോസ് നമ്മൾ പോയപ്പോൾ തന്നെ ഒരു 11:45 ഒക്കെ ആയി. അപ്പോൾ ആള് അത്ര ഇല്ലായിരുന്നു, ആള് കുറവായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ചൂടുമല്ലേ, അപ്പോൾ ആള് തീരെ ഇല്ലായിരുന്നു ആ സമയത്ത് നമ്മൾ പോയ സമയത്ത്. അമ്മൂട്ടി അച്ഛൻ്റെ അടുത്ത് പോ, അച്ഛൻ്റെ അടുത്ത് ഓടിപ്പോ. ഐ കൊള്ളാലോ, നല്ല ഡോറ്. അമ്പ് വരും വരും. എന്ത് പേടിയും നോക്ക്, പേടിക്കണ്ട മോളെ, നമ്മളുണ്ടല്ലോ കണ്ണന്. ഇല്ല മോളെ, ഇല്ല അമ്പു ചേറാ, ഇല്ല ഇല്ല അമ്പു അമ്പു വാങ്ങ അമ്പു. ഹായ് അമ്മു. വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് തരണേ, സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. താങ്ക് യു.